SP എസ് സുജിത്ദാസിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ആവശ്യപ്പെട്ട പണം നൽകാത്തതിന് കേസിൽ തന്നെ പ്രതിയാക്കി എന്നും ചിന്നൻ ബഷീർ 24-നോട് പറഞ്ഞു. ഡാൻസ് ഓഫ് സംഘമാണ് പണം ആവശ്യപ്പെട്ടത്. പ്രതിയാക്കിയതിന് എതിരെ കോടതിയെ സമീപിക്കുമെന്നും ചിന്നൻ ബഷീർ പറഞ്ഞു. അരുൺ പൂപ്പറമ്പ നൽകും ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. അരുൺ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ചിന്നൻ ബഷീറിന് കാരണമായത്? എന്താണ് അദ്ദേഹം പറയുന്നത്? പ്രജിൻ, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിട്ടുള്ള ചിന്നം ബഷീർ. അദ്ദേഹം ആ കേസിൽ 30ഓളം ദിവസം ജയിൽ വാസം അനുഭവിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്താൻ, അതായത് SP സുജിത്ദാസിന് ഉൾപ്പെടെ എതിരെ പ്രതികരണം നടത്താൻ ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആരോപണവും ഈ സുജിത്ദാസിനെതിരെ നടപടി ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിലാണ് ഈ തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തൽ എന്നതാണ് ഈ ചിന്നൻ ബഷീർ പറയുന്നത്. ആ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹം പ്രതിയായത്, അതായത് സംരക്ഷിച്ചു, അതായത് മറ്റ് പ്രതികളെ സംരക്ഷിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് പ്രതിയായത്. അത് തന്നോട് ആ കേസ് സെറ്റിലാക്കുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടിരുന്നു. SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് പണം ആവശ്യപ്പെട്ടത്. ആ പണം നൽകാൻ താൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ് SP-യുടെ നിർദ്ദേശപ്രകാരം തന്നെ കേസിൽ ഉൾപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്തത് എന്നതാണ് ചിന്നൻ ബഷീർ പറയുന്നത്. അതിനുശേഷം തുടർച്ചയായി SP-യുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വേട്ടയാടൽ ഉണ്ടായി എന്ന കാര്യവും പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളെല്ലാം തൻ്റെ കയ്യിലുണ്ട്. ഇത്തരം സ്വർണ്ണങ്ങൾ പിടികൂടുന്നതും ആ കേസുകൾ നടത്തുന്നതും ഇവർ ഈ നാടിന് വേണ്ടിയല്ല, പണം കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ തൻ്റെ കയ്യിലുണ്ട്. അതുൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് കോടതിയെ നിയമപരമായി ഇതിനെ നേരിടും, കോടതിയെ സമീപിക്കുമെന്നാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള ചിന്നൻ ബഷീർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ തന്നെ കേസിൽ കുടിക്കുന്നത് SP-യുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പോലീസ് സംഘത്തിലുള്ളവർ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ചിന്നൻ ബഷീർ പറയുന്നത്. എന്തായാലും കോടതിയെ സമീപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ പിന്നെ എന്നെ പിടിച്ച് കൊണ്ടുപോയപ്പോൾ പോകുന്ന യാത്രയിലൊക്കെ ചോദിച്ചു. പിന്നെ അവിടെ എത്തിയാലും ചോദിച്ചു എന്നോട് എൻ്റെ ഫിനാൻഷ്യലി കപ്പാസിറ്റി എന്താണ്, കാരണം ഇവർക്ക് അതിനനുസരിച്ച് വേണമല്ലോ എന്നോടും ചോദിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ കമ്മീഷൻ ചെയ്ത് ഗ്രാനൈറ്റിൻ്റെ ബിസിനസ്സും പല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് വന്ന് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. അത്രയും സാമ്പത്തിക ശേഷിയുള്ള ആളല്ല. ഈ കേസൊന്നായിട്ട് എനിക്ക് ബന്ധമില്ല. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ DSP-നെ കാണാൻ പോയതും അഡ്വക്കേറ്റിനെ കാണാൻ പോയതും ഒക്കെ ഇതാണ് ലീഗൽ അഡ്വൈസ് എന്നുള്ള നിലക്ക് പോയതാണ്, അല്ലാതെ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പിന്നെ എന്ത് പറയുമ്പോൾ പിന്നെ ഈ DSP ബഷീർ ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സുജിത്ദാസ് നമ്മളെ SP ആണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡയറക്റ്റ് നോക്കുന്നത്. അതിനെക്കൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് വേറൊന്നും പറയാനില്ല. പുള്ളി പറയുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ.